അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബറകാത്തു. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മുടെ വീട്ടിൽ ഭക്ഷണത്തിന് ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ചോദിച്ചു, സ്വഹാബികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിലും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ തൊഴിലിലും ബർക്കത്ത് ഉണ്ടാകണോ? അള്ളാഹുവിൻ്റെ സമൃദ്ധി ഉണ്ടാവണോ? അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തൃപ്തി ഉണ്ടാവണോ? എന്നാൽ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്നാൽ നിങ്ങൾ ഭക്ഷണം ദാനം ചെയ്യുക. ഭക്ഷണം കൊടുക്കുന്നത് ആർക്കെല്ലാം എന്ന് ചോദിച്ചാൽ, ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത് പാവപ്പെട്ടവർക്ക് ആവണമെന്നില്ല. നമ്മളെ കുടുംബത്തിലുള്ളവർക്ക്, അയൽവാസികൾക്ക്, എന്തിന് നമ്മളെ വീട്ടിൽ വളർത്തുന്ന കോഴികൾക്ക്, പൂച്ചകൾക്ക് വരെ ഭക്ഷണം കൊടുക്കുന്നത് നമുക്ക് ബർക്കത്താണ്. ഭക്ഷണം കൊടുക്കുന്നതിൽ ഏറ്റവും ബർക്കത്തിലുള്ള ഒന്നാണ് നമ്മളെ വീട്ടിലുള്ള നമ്മളെ ഭാര്യമാർക്കും കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ അടുത്ത ബന്ധുക്കൾക്കാണ്. പിന്നീട് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അടുത്ത അയൽവാസികൾക്ക്. ചിലർ ചോദിക്കും, നമ്മളെ വീട്ടിലുള്ള നമ്മൾ ഭക്ഷിച്ചാൽ എങ്ങനെ ബർക്കത്ത് ലഭിക്കുമെന്ന്. ഉമ്മ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിൽ ബിസ്മി ചൊല്ലി ഭക്ഷണം പാകം ചെയ്തു. ആ ഭക്ഷണം വീട്ടിലുള്ള ഉമ്മയും വാപ്പയും മക്കളും എല്ലാവരും ഭക്ഷിച്ചു. അതിലെല്ലാം അവൾക്ക് ബർക്കത്തുണ്ട്. ഇനി ഞാൻ ഒരു ചരിത്രം പറഞ്ഞു തരാം. ഒരു ദിവസം ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, എന്തെല്ലാം തൗബ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്, നിന്റെ പരിശുദ്ധ കഅബ ഞാനിതാ പണി തീർത്തിട്ടുണ്ട്. ഇനി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സൽക്രമങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ടോ അല്ലാ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ഇബ്രാഹിം നബി. അപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, താങ്കൾ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇബാദത്തുകളെല്ലാം ഞാൻ സ്വീകരിക്കണമെങ്കിൽ നീ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് ഇബ്രാഹിമേ. ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അന്യമതസ്ഥനായ ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നോ നബിയെ? ഇബ്രാഹിം നബിയെ, ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് തരുമോ എന്ന് ആ ഒരു മനുഷ്യൻ നിങ്ങളോട് ചോദിച്ചിരുന്നില്ലേ? അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ മുസ്ലിം അല്ലല്ലോ, നിനക്ക് ഞാൻ എന്തിന് ഭക്ഷണം നൽകണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നീ ആട്ടിപ്പായിച്ചില്ലേ? അദ്ദേഹത്തിന് ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ കൊടുക്കാതെ ഇബ്രാഹിമെ നീ ആട്ടിപ്പായിച്ചില്ലേ? കൊണ്ട് നീ ഇതുവരെ ചെയ്ത ഇബാദത്തുകളെല്ലാം ഞാൻ പരിഗണിക്കുകയില്ല ഇബ്രാഹിമേ എന്ന് അള്ളാഹു പറഞ്ഞു. അതുകൊണ്ട് നീ ഇതുവരെ ചെയ്ത ഇബാദത്തുകളൊന്നും ഞാൻ സ്വീകരിക്കുകയില്ല ഇബ്രാഹിം നബിയെ എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, അള്ളാഹുവേ, എൻ്റെ അടുത്ത് വന്ന ആ മനുഷ്യൻ മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അയാൾക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നത് എന്ന്. കാഫിറായ മനുഷ്യന് ഞാൻ എന്തിനു ഭക്ഷണം കൊടുക്കണം അള്ളാഹുവേ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചു ഇബ്രാഹിം നബി. അപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബിനോട് പറഞ്ഞു, 40 വർഷമായി അദ്ദേഹം ബിംബങ്ങളെ ആരാധിക്കുന്നു. ാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്നിട്ട് പോയി 40 വർഷം അദ്ദേഹത്തിന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു. അതിൽ ഒരു ദിവസം പോലും നിനക്ക് അവന് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇബ്രാഹിം നബിയെ എന്ന് അള്ളാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു. ഇത് കേട്ട ഇബ്രാഹിം നബി ആ കാഫിറായ മനുഷ്യനെ കാണാൻ അദ്ദേഹം ഓടുകയാണ്. ഇബ്രാഹിം നബി അവിടെ ചെന്നപ്പോൾ ഒരുപാട് ദരിദ്രരായ ആളുകൾ നിൽക്കുന്നുണ്ട്. അതിനിടയിൽ നിന്ന് അയാൾ കണ്ടുപിടിച്ച് കെട്ടിപ്പിണർന്നു. എന്നിട്ട് ഇബ്രാഹിം നബി ആ കാഫിറായ മനുഷ്യനെ വീട്ടിലേക്ക് ക്ഷണിച്ച് അദ്ദേഹത്തിന് വയറു നിറയെ ഭക്ഷണം കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇബ്രാഹിം നബിയോട് ആ കാഫിറായ മനുഷ്യൻ ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ഇബ്രാഹിമേ, 40 വർഷമായി നിങ്ങളുടെ പിതാവായ അള്ളാഹു എനിക്ക് ഭക്ഷണം തരുന്നുണ്ട്. അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഭക്ഷണം ഉണ്ടായിട്ടും നിങ്ങളെ ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഭക്ഷണം ചോദിച്ചത്. അല്ലാഹുവിൻ്റെ കരുണ തങ്ങളിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നത്. അപ്പോൾ തങ്ങൾക്ക് കരുണ ഇല്ല എന്ന് മനസ്സിലാക്കി ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി അല്ലാഹുവിൻ്റെ അടിമയായ താങ്കൾക്ക് കരുണയില്ല എന്ന്. അങ്ങനെ വലിയ വിഷമത്തിലായിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് കടന്നു പോന്നത്.
ഇപ്പോൾ ആ സങ്കടവും വിഷമവും എല്ലാം മാറി. ഇബ്രാഹിം നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുസ്ലിമായി. ഞാനിതാ മുസ്ലിമാകുന്നു എന്ന് പറഞ്ഞു. ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഭക്ഷണം ആവശ്യമുള്ളവന് നമ്മൾ ദാനം ചെയ്യണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ നമ്മളെ അടുത്ത് ഭക്ഷണം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അത് കാഫിറാണെങ്കിലും നമ്മൾ ഭക്ഷണം കൊടുക്കണമെന്നാണ് നമ്മുടെ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് മൃഗങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കണം.